21/9/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ കൽപ്പകൽപ്പങ്ങളിൽ വന്ന് കുട്ടികളായി നിങ്ങൾക്ക് തൻ്റെ പരിചയം നൽകുന്നു. നിങ്ങളും എല്ലാവർക്കും ബാബയുടെ യഥാർത്ഥ പരിചയം നൽകണം. ചോദ്യം: കുട്ടികളുടെ ഏതൊരു ചോദ്യം കേട്ട് ബാബയും അത്ഭുതപ്പെടുന്നു? ഉത്തരം: കുട്ടികൾ പറയുന്നു, ബാബ, അങ്ങയുടെ പരിചയം നൽകുന്നത് വളരെ പ്രയാസമാണ്. നമ്മൾ അങ്ങയുടെ പരിചയം എങ്ങനെ നൽകട്ടെ? ഈ ചോദ്യം കേട്ട് ബാബയ്ക്കും ആശ്ചര്യം തോന്നുന്നു. നിങ്ങൾക്ക് ബാബ തൻ്റെ പരിചയം നൽകിയെന്നിരിക്കെ നിങ്ങൾക്കും മറ്റുള്ളവർക്ക് നൽകുവാൻ സാധിക്കും. ഇതിൽ പ്രയാസത്തിൻ്റെ കാര്യമേയില്ല. ഇത് വളരെ സഹജമാണ്. നമ്മൾ എല്ലാ ആത്മാക്കളും നിരാകാരമാണ്. അപ്പോൾ തീർച്ചയായും അതിൻ്റെ പിതാവും നിരാകാരം ആയിരിക്കും. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, പരിധിയില്ലാത്ത പിതാവിൻ്റെ സമീപത്ത് ഇരിക്കുകയാണ്. പരിധിയില്ലാത്ത പിതാവ് ഈ രഥത്തിൽ തന്നെയാണ് വരുന്നത് എന്നതും അറിയുന്നുണ്ട്. ബാബ് ദാദ എന്ന് പറയുമ്പോൾ ശിവ് ബാബ ഉണ്ടെന്നും ആ ഒന്ന് ഈ രഥത്തിൽ ഇരിക്കുകയാണെന്നും അറിയുന്നുണ്ട്. തൻ്റെ പരിചയവും നൽകുകയാണ്. കുട്ടികൾ അറിയുന്നുണ്ട് അത് ബാബയാണ്. ബാബ മതം നൽകുന്നു. ആത്മീയ പിതാവിനെ ഓർമ്മിക്കൂ, അപ്പോൾ പാപം ഭസ്മമാകട്ടെ. അതിനെ യോഗാഗ്നി എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ബാബയെ തിരിച്ചറിയുന്നു. ബാബയുടെ പരിചയം മറ്റുള്ളവർക്ക് എങ്ങനെ നൽകട്ടെ എന്ന് ഒരിക്കലും പറയില്ല. നിങ്ങൾക്കും പരിധിയില്ലാത്ത ബാബയുടെ പരിചയമുണ്ട്. അപ്പോൾ തീർച്ചയായും നൽകുവാൻ സാധിക്കും. പരിചയം എങ്ങനെ നൽകട്ടെ എന്ന ചോദ്യമേ ഉയരുക സാധ്യമല്ല. ഏതുപോലെ നിങ്ങൾ ബാബയെ അറിഞ്ഞു, അതേപോലെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, നമ്മൾ ആത്മാക്കളുടെ പിതാവ് ഒന്ന് തന്നെയാണ്. ഇതിൽ കുഴങ്ങിപ്പോകേണ്ട ആവശ്യമേ ഇല്ല. ചിലർ പറയുന്നു, ബാബ, അങ്ങയുടെ പരിചയം നൽകുന്നത് വളരെ പ്രയാസമാണ്. ബാബയുടെ പരിചയം നൽകുന്നതിൽ പ്രയാസത്തിൻ്റെ ഏതെങ്കിലും കാര്യമേയില്ല. മൃഗങ്ങൾക്ക് പോലും ഞാൻ ഇന്നതിൻ്റെ കുട്ടിയാണ് എന്ന് സൂചനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്കും അറിയാം, അത് നമ്മൾ ആത്മാക്കളുടെ പിതാവാണ്. ഞാൻ ആത്മാവ് ഇപ്പോൾ ഈ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഏതുപോലെ ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ആത്മാവ് അകാലമൂർത്തിയാണ്. അതിന് ഒരു രൂപമില്ല എന്നല്ല. കുട്ടികൾ തിരിച്ചറിഞ്ഞു, തികച്ചും സിമ്പിളായ കാര്യമാണ്. ആത്മാക്കളുടെ പിതാവ് ഒരേ ഒരു നിരാകാരനാണ്. നമ്മളെല്ലാ ആത്മാക്കളും സഹോദരന്മാരാണ്, ബാബയുടെ സന്താനമാണ്. ബാബയിൽ നിന്നും നമുക്ക് സമ്പത്ത് ലഭിക്കുന്നു. ഈ ലോകത്തിൽ പിതാവിനെയും അദ്ദേഹത്തിൻ്റെ രചനയെയും അറിയാത്ത ഒരു കുട്ടി പോലും ഉണ്ടാകില്ല. പിതാവിൻ്റെ അടുക്കൽ എന്ത് പ്രോപ്പർട്ടിയാണുള്ളത് അതെല്ലാം അറിയുന്നു. ഇതാകട്ടെ ആത്മാക്കളുടെയും പരമാത്മാവിൻ്റെയും മേളയാണ്. ഇത് മംഗളകാരി മേളയാണ്. ബാബ മംഗളകാരി തന്നെയാണ്. വളരെയധികം മംഗളം ചെയ്യുന്നു. ബാബയെ തിരിച്ചറിയുന്നതിലൂടെ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും നമുക്ക് പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു എന്നത് മനസ്സിലാക്കുന്നുണ്ട്. ആ സന്യാസി ഗുരുക്കന്മാരുടെ ശിഷ്യന്മാർക്ക് ഗുരുവിൻ്റെ സമ്പത്തിനെക്കുറിച്ച് അറിയുകയില്ല. ഗുരുവിൻ്റെ അടുക്കൽ എന്ത് സ്വത്താണുള്ളത്, ഇത് ഏതെങ്കിലും ശിഷ്യൻ അറിയുക പ്രയാസമായിരിക്കും. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, അത് ശിവ് ബാബയാണ്. സ്വത്തും ബാബയുടെ അടുക്കലുണ്ട്. കുട്ടികൾ അറിയുന്നുണ്ട്, പരിധിയില്ലാത്ത പിതാവിൻ്റെ അടുക്കലുള്ള സ്വത്താണ് വിശ്വത്തിൻ്റെ ചക്രവർത്തി രാജ്യമായ സ്വർഗം. ഈ കാര്യങ്ങൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലല്ലാതെ മറ്റാരുടെയും ബുദ്ധിയിലില്ല. ലൗകിക പിതാവിൻ്റെ അടുക്കൽ എന്ത് സ്വത്താണുള്ളത് എന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടികൾ തന്നെയാണ് അറിയുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയും, നമ്മൾ ജീവിച്ചിരിക്കെ പാരലൗകിക പിതാവിൻ്റേതായിരിക്കുകയാണ്. ആ ഒന്നിൽ നിന്നും എന്താണ് ലഭിക്കുന്നത് അതും അറിയുന്നുണ്ട്. നമ്മൾ മുൻപ് ശൂദ്രകുലത്തിലേതായിരുന്നു.
ഇപ്പോൾ ബ്രാഹ്മണ കുലത്തിൽ വന്നിരിക്കുകയാണ്. ബാബ ഈ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ വരുന്നു എന്ന നോളജുണ്ട്. ഇദ്ദേഹത്തെ പ്രജാപിത ബ്രഹ്മാവ് എന്ന് പറയുന്നു. ആ ശിവൻ സർവ ആത്മാക്കളുടെയും ഫാദറാണ്. ഇദ്ദേഹത്തെ അഥവാ പ്രജാപിത ബ്രഹ്മാവിനെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഒന്നിൻ്റെ കുട്ടികൾ ആയിരിക്കുകയാണ്. ശിവ് ബാബയെക്കുറിച്ച് പറയുന്നു, ആ ഒന്ന് എല്ലായിടത്തുമുണ്ടെന്നും എല്ലാം അറിയുന്നവനാണ് എന്നും. ഇതും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒന്ന് എങ്ങനെയാണ് രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ നോളജ് നൽകുന്നത്. ആ ഒന്ന് സർവ ആത്മാക്കളുടെയും പിതാവാണ്. ആ ഒന്നിനെ നാമരൂപത്തിൽ നിന്നും വേറിട്ടവൻ എന്ന് പറയുന്നത് അസത്യമാണ്. ആ ഒന്നിൻ്റെ നാമവും രൂപവും ഓർമ്മയുണ്ട്. രാത്രിയും ആഘോഷിക്കുന്നു. ജയന്തി മനുഷ്യരുടേതാണ് ഉണ്ടാകുന്നത്. ശിവ് ബാബയുടെ രാത്രി എന്ന് പറയും. രാത്രി എന്ന് ഏതിനെയാണ് പറയുന്നത് എന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. രാത്രിയിൽ ഘോര അന്ധകാരമുണ്ടാകുന്നു. അജ്ഞാന അന്ധകാരമുണ്ടല്ലോ. ജ്ഞാന സൂര്യൻ പ്രകടമായി, അജ്ഞാന അന്ധകാരം വിനാശമായി എന്ന് ഇപ്പോഴും പാടുന്നു. പക്ഷേ അർത്ഥം ഒന്നും മനസ്സിലാക്കുന്നില്ല. സൂര്യൻ ആരാണ്, എപ്പോൾ പ്രകടമായി, ഒന്നും മനസ്സിലാക്കുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ജ്ഞാന സൂര്യനെ ജ്ഞാനസാഗരം എന്നും പറയുന്നു. പരിധിയില്ലാത്ത ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. സന്യാസി, ഗുരു, ഗോസായി തുടങ്ങിയവർ സ്വയം ശാസ്ത്രങ്ങളുടെ അതോറിറ്റിയായി മനസ്സിലാക്കുന്നു. അതെല്ലാം ഭക്തിയാണ്. ധാരാളം വേദശാസ്ത്രങ്ങൾ പഠിച്ച് വിദ്വാനാകുന്നു. ബാബ ആത്മീയ കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇതിനെ പറയുന്നത് ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും മേള എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ ഈ രഥത്തിൽ വന്നിരിക്കുകയാണ്. ഈ കൂടിക്കാഴ്ചയെ തന്നെയാണ് മേള എന്ന് പറയുന്നത്. എപ്പോഴാണോ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്, അപ്പോൾ അതും മേളയാണ്. ഇവിടെ ബാബ സ്വയം ഇരുന്ന് പഠിപ്പിക്കുന്നു. ആ ഒന്ന് ഫാദറുമാണ്, ടീച്ചറുമാണ്. ഈ ഒരേ ഒരു പോയിന്റ് നല്ല രീതിയിൽ ധാരണ ചെയ്യൂ, മറക്കാതിരിക്കൂ. ഇപ്പോൾ ബാബ നിരാകാരമാണ്. ആ ഒന്നിന് തൻ്റേതായ ശരീരമില്ല. അപ്പോൾ തീർച്ചയായും സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ സ്വയം പറയുന്നു, ഞാൻ പ്രകൃതിയുടെ ആധാരം എടുക്കുന്നു. ഇല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കുവാനാണ്? ശരീരമില്ലാതെ സംസാരമുണ്ടാകുന്നില്ല. അപ്പോൾ ബാബ ഈ ശരീരത്തിൽ വരുന്നു. ഇദ്ദേഹത്തിന് ബ്രഹ്മാവ് എന്ന നാമം വച്ചിരിക്കുന്നു. നമ്മളും ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനായി. അപ്പോൾ പേര് മാറുക തന്നെ വേണം. പേര് നിങ്ങൾക്ക് വച്ചിരുന്നു, എന്നാൽ അവരിലും ഇപ്പോൾ നോക്കൂ, പലരും ഇല്ല. അതിനാൽ ബ്രാഹ്മണരുടെ മാല ഉണ്ടാകുന്നില്ല. ഭക്തമാലയും രുദ്രമാലയും പാടപ്പെട്ടിട്ടുണ്ട്. ബ്രാഹ്മണരുടെ മാല ഉണ്ടാകുന്നില്ല. വിഷ്ണുവിൻ്റെ മാല തുടർന്നു വന്നു. സൂക്ഷ്മവതനത്തിൽ വിഷ്ണുവിന് 4 ഭുജങ്ങളുള്ളവനായി കാണിച്ചിരിക്കുന്നു. 2 ഭുജം ലക്ഷ്മിയുടേത്, 2 ഭുജം നാരായണൻ്റേത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ ഡോബിയാണ്. ഞാൻ യോഗബലത്തിലൂടെ ആത്മാക്കളായ നിങ്ങളെ ശുദ്ധമാക്കുന്നു. എന്നിട്ടും നിങ്ങൾ വികാരത്തിൽ പോയി തൻ്റെ അലങ്കാരം തന്നെ നഷ്ടപ്പെടുത്തുന്നു. ബാബ വരുന്നത് സർവരെയും ശുദ്ധമാക്കുവാനാണ്. ആത്മാക്കളെ വന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ പഠിപ്പിക്കുന്നവൻ തീർച്ചയായും ഇവിടെയാണല്ലോ വേണ്ടത്. വന്ന് പാവനമാക്കൂ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. വസ്ത്രവും മലിനമാകുമ്പോൾ അതിനെ കഴുകി ശുദ്ധമാക്കാറുണ്ട്. നിങ്ങൾ വിളിക്കുന്നു, ഹേ പതീത പാവനായ ബാബ, വന്ന് പാവനമാക്കൂ. ആത്മാവ് പാവനമായെങ്കിൽ ശരീരവും പാവനമായത് ലഭിക്കണം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ മുഖ്യ കാര്യമാണ് ബാബയുടെ പരിചയം നൽകുക. ബാബയുടെ പരിചയം എങ്ങനെ നൽകട്ടെ എന്ന ചോദ്യമേ ചോദിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കും ബാബ പരിചയം നൽകി. അപ്പോഴാണല്ലോ നിങ്ങൾ വന്നത്. ബാബയുടെ അടുക്കൽ വരുന്നു. ബാബ എവിടെയാണ്? ഈ രഥത്തിൽ. ഇതാണ് അകാല സിംഹാസനം. നിങ്ങൾ ആത്മാവും അകാലമൂർത്തിയാണ്. ഇതെല്ലാം നിങ്ങളുടെ സിംഹാസനമാണ്. അതിൽ നിങ്ങൾ ആത്മാക്കൾ വിരാജിക്കുന്നു.
ആ അകാല സിംഹാസനം ജഡമാണല്ലോ. നിങ്ങൾ അറിയുന്നുണ്ട്, ഞാൻ അകാലമൂർത്തിയാണ്, അതായത് നിരാകാരമാണ്. ആ ഒന്നിന് സാകാര രൂപം ഇല്ല. ഞാൻ ആത്മാവ് അവിനാശിയാണ്. ഒരിക്കലും വിനാശമാവുക സാധ്യമല്ല. ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. ആത്മാവായ എൻ്റെ പാർട്ട് അവിനാശിയായി അടങ്ങിയിട്ടുള്ളതാണ്. ഇന്നേക്ക് 5000 വർഷം മുമ്പും എൻ്റെ ഇങ്ങനെയുള്ള പാർട്ട് ആരംഭിച്ചിരുന്നു. 1 സംവത്സരം മുതൽ നമ്മൾ ഇവിടെ പാർട്ട് അഭിനയിക്കാൻ വീട്ടിൽ നിന്നും വരുന്നു. ഇത് 5000 വർഷത്തിൻ്റെ ചക്രമാണ്. അവരാണെങ്കിൽ ലക്ഷക്കണക്കിന് വർഷം എന്ന് പറയുന്നു. അതിനാൽ കുറച്ച് വർഷങ്ങളെക്കുറിച്ച് ചിന്തയിൽ വരുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ബാബയുടെ പരിചയം ആർക്കെങ്കിലും എങ്ങനെ നൽകും എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇങ്ങനെയെല്ലാം ചോദ്യം ചോദിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. നിങ്ങൾ ബാബയുടേതായിരിക്കുകയാണ്, പിന്നെ ബാബയുടെ പരിചയം എന്തുകൊണ്ട് നൽകാൻ സാധിക്കുന്നില്ല? നമ്മളെല്ലാം ആത്മാക്കളാണ്. ആ ഒന്ന് നമ്മുടെ ബാബയാണ്. സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. സദ്ഗതി എപ്പോൾ ചെയ്യും? ഇതും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. കൽപ്പകൽപ്പങ്ങളിൽ കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിൽ വന്ന് സർവരുടെയും സദ്ഗതി ചെയ്യും. അവർ വിചാരിക്കുന്നു ഇപ്പോൾ 40,000 വർഷം കിടക്കുകയാണ്, നാമരൂപത്തിൽ നിന്നും വേറിട്ടതാണ് എന്ന് ആദ്യമേ തന്നെ പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ നാമരൂപത്തിൽ നിന്നും വേറിട്ട് ഒരു വസ്തുവും ഉണ്ടായിരിക്കില്ല. കല്ലിലും മൺകട്ടയ്ക്കും പോലും നാമമുണ്ടല്ലോ. ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. ബാബയും അറിയുന്നുണ്ട് എത്ര അനേകം കുട്ടികളുണ്ട്. കുട്ടികൾക്കിപ്പോൾ പരിധി ഉള്ളതിനും പരിധിയില്ലാത്തതിനും അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. എല്ലാ കുട്ടികളെയും കാണുന്നു. ഇവരേവരെയും ഞാൻ കൊണ്ടുപോകുവാൻ വന്നിരിക്കുകയാണ് എന്ന് അറിയുകയും ചെയ്യുന്നു. സത്യയുഗത്തിൽ വളരെ കുറച്ചു പേരെ ഉണ്ടായിരിക്കുകയുള്ളൂ. എത്ര ക്ലിയറാണ്! അതിനാൽ ചിത്രങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കിച്ചു തരുന്നു. നോളജ് ആണെങ്കിൽ തീർത്തും ഈസിയാണ്. പിന്നെ ഓർമ്മയുടെ യാത്രയിൽ ടൈം എടുക്കുന്നു. ഇങ്ങനെയുള്ള ബാബയെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ പാവനമായി മാറും. ഞാൻ വരുന്നത് തന്നെ പതീതത്തിൽ നിന്നും പാവനമാക്കുവാനാണ്. നിങ്ങൾ അകാലമൂർത്തിയായ ആത്മാക്കളേവരും അവരവരുടെ സിംഹാസനത്തിൽ വിരാജിക്കുന്നു. ബാബയും ഈ സിംഹാസനത്തിൻ്റെ ലോൺ എടുത്തിരിക്കുകയാണ്. ഈ ഭാഗ്യശാലി രഥത്തിൽ ബാബ പ്രവേശിക്കുന്നു. ചിലർ പറയുന്നു പരമാത്മാവിന് നാമരൂപം ഇല്ല എന്ന്. ഇത് സാധ്യമേ അല്ല. ആ ഒന്നിനെ വിളിക്കുന്നു, മഹിമ പാടുന്നു. അപ്പോൾ തീർച്ചയായും ഏതോ ഒന്ന് ഉണ്ടായിരിക്കുമല്ലോ. തമോ പ്രധാനമായത് കാരണം ഒന്നും മനസ്സിലാക്കുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമധുരമായ കുട്ടികളെ, ഇത്രയും 84 ലക്ഷം സ്പീഷീസ് ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. 84 ജന്മങ്ങളേ ഉള്ളൂ. പുനർജന്മവും സർവർക്കും ഉണ്ടാകും. ബ്രഹ്മത്തിൽ പോയി ലയിക്കുകയോ മോക്ഷം പ്രാപിക്കുകയോ ചെയ്യുകയില്ല. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. ഒരാൾ പോലും കുറയുകയോ കൂടുകയോ ചെയ്യുക സാധ്യമല്ല. ഈ അനാദി അവിനാശി ഡ്രാമയിൽ നിന്ന് തന്നെയാണ് പിന്നെ ചെറിയ ചെറിയ ഡ്രാമയും നാടകവും ഉണ്ടാക്കുന്നത്. അത് വിനാശിയാണ്. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ പരിധിയില്ലാത്തതിൽ നിൽക്കുന്നു. കുട്ടികളായി നിങ്ങൾക്ക് ഈ നോളജ് ലഭിച്ചു. നമ്മൾ എങ്ങനെയാണ് 84 ജന്മങ്ങൾ എടുത്തത്? ഇപ്പോൾ ബാബ പറഞ്ഞു തന്നു. മുൻപ് ആർക്കും അറിയില്ലായിരുന്നു. ഋഷി മുനിമാരും പറയുമായിരുന്നു നമ്മൾ അറിയുന്നില്ല എന്ന്. ബാബ വരുന്നത് തന്നെ സംഗമയുഗത്തിലാണ്, ഈ പഴയ ലോകത്തെ ചേഞ്ച് ചെയ്യുവാൻ. ബ്രഹ്മാവിലൂടെ പുതിയ ലോകത്തിൻ്റെ സ്ഥാപന വീണ്ടും ചെയ്യുന്നു. അവരാണെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നു. ഏതെങ്കിലും കാര്യം ഓർമ്മിക്കാൻ പോലും സാധിക്കില്ല. മഹാപ്രളയവും ഉണ്ടാകുന്നില്ല. ബാബ രാജയോഗം പഠിപ്പിക്കുന്നു. പിന്നെ രാജ്യം നിങ്ങൾ നേടുന്നു. ഇതിൽ സംശയത്തിൻ്റെ ഏതെങ്കിലും കാര്യമേ ഇല്ല. കുട്ടികളായി നിങ്ങൾക്കറിയാം, ആദ്യ നമ്പറിൽ
ഏറ്റവും പ്രിയമായത് ബാബയാണ്. പിന്നെ നെക്സ്റ്റ് പ്രിയമായതാണ് ശ്രീകൃഷ്ണൻ. നിങ്ങൾ അറിയുന്നുണ്ട്, ശ്രീകൃഷ്ണനാണ് സ്വർഗത്തിലെ ആദ്യത്തെ പ്രിൻസ്, നമ്പർ 1. ആ ഒന്ന് പിന്നെ 84 ജന്മങ്ങൾ എടുക്കുന്നു. ആ ഒന്നിൻ്റെ തന്നെ അന്തിമ ജന്മത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പതിതത്തിൽ നിന്നും പാവനം ആകേണ്ടതുണ്ട്. പതിത പാവനൻ ബാബ തന്നെയാണ്. ജലത്തിൻ്റെ നദികൾക്ക് പാവനമാക്കുവാൻ സാധിക്കില്ല. ഈ നദികൾ സത്യയുഗത്തിലുമുണ്ട്. അവിടെയാണെങ്കിൽ ജലം വളരെ ശുദ്ധമായിരിക്കും. ചപ്പു ചവറുകളൊന്നും ഉണ്ടായിരിക്കില്ല. ഇവിടെയാണെങ്കിൽ എത്ര ചപ്പു ചവറുകൾ കെട്ടിക്കിടക്കുന്നു. ബാബ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ജ്ഞാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത്ഭുതം തോന്നുന്നു. ജലത്തിന് എങ്ങനെയാണ് പാവനമാക്കാൻ സാധിക്കുന്നത്? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. മധുരമായ കുട്ടികളെ, ബാബയെ എങ്ങനെ ഓർമ്മിക്കട്ടെ എന്ന് ഒരിക്കലും കുഴങ്ങിപ്പോകരുത്. നിങ്ങൾക്ക് ബാബയെ ഓർമ്മിക്കാൻ സാധിക്കുന്നില്ലേ? മറ്റത് ഗർഭത്തിലൂടെയുള്ള സന്താനമാണ്. നിങ്ങൾ അഡോപ്റ്റഡ് കുട്ടികളാണ്. അഡോപ്റ്റഡ് കുട്ടികൾക്ക് ഏത് പിതാവിൽ നിന്നാണോ സ്വത്ത് ലഭിക്കുന്നത് ആ ഒന്നിനെ മറക്കാൻ സാധിക്കുമോ? പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. അപ്പോൾ ആ ഒന്നിനെ മറക്കാൻ പാടില്ലാത്തതാണ്. ലൗകിക കുട്ടികൾ പിതാവിനെ മറക്കാറുണ്ടോ? എന്നാൽ ഇവിടെ മായയുടെ ഓപ്പോസിഷൻ ഉണ്ടാകുന്നു. മായയുടെ യുദ്ധം നടക്കുന്നു. മുഴുവൻ ലോകവും കർമ്മക്ഷേത്രമാണ്. ആത്മാവ് ഈ ശരീരത്തിൽ പ്രവേശിച്ച് ഇവിടെ കർമ്മം ചെയ്യുന്നു. ബാബ കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. ഇവിടെ രാവണ രാജ്യത്തിൽ കർമ്മം വികർമ്മമാകുന്നു. അവിടെ രാവണ രാജ്യമേ ഇല്ല. അപ്പോൾ കർമ്മം അകർമ്മമാകുന്നു. വികർമ്മമൊന്നും ഉണ്ടാകുന്നതേയില്ല. ഇത് വളരെ സഹജമായ കാര്യമാണ്. ഇവിടെ രാവണ രാജ്യത്തിൽ കർമ്മം വികർമ്മമാകുന്നു. അതിനാൽ വികർമ്മങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. രാവണൻ അനാദിയാണ് എന്ന് പറയില്ല. അങ്ങനെയല്ല. പകുതി കൽപ്പം രാവണ രാജ്യമാണ്, പകുതി കൽപ്പം രാമരാജ്യമാണ്. നിങ്ങൾ എപ്പോഴാണോ ദേവത ആയിരുന്നത് അപ്പോൾ നിങ്ങളുടെ കർമ്മം അകർമ്മമായിരുന്നു. ഇപ്പോൾ ഇതാണ് നോളജ്. കുട്ടികൾ ആയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പഠനവും പഠിക്കേണ്ടതുണ്ട്. ഇത്രമാത്രം. പിന്നെ മറ്റേതെങ്കിലും തൊഴിലിൻ്റെയോ മറ്റോ ചിന്ത പോലും വരാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ തൊഴിലും മറ്റും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ബാബ പറയുന്നു, കമല പുഷ്പ സമാനം ഇരിക്കൂ. നിങ്ങൾ ഇങ്ങനെയുള്ള ദേവതയാകാൻ പോകുന്നവരാണ്. ആ അടയാളം വിഷ്ണുവിന് നൽകിയിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ശോഭിക്കുകയില്ല, വിഷ്ണുവിന് ശോഭിക്കും. വിഷ്ണുവിൻ്റെ 2 രൂപമായ ലക്ഷ്മിയും നാരായണനും ആകാൻ പോകുന്നവരാണ്. അത് അഹിംസ പരമോ ദേവി ദേവതാ ധർമ്മമാണ്. വികാരത്തിൻ്റെ കാമകഠാരയുമില്ല. ഏതെങ്കിലും യുദ്ധമോ വഴക്കോ മറ്റോ ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ ഡബിൾ അഹിംസകർ ആകുന്നു. സത്യയുഗത്തിൻ്റെ അധികാരിയായിരുന്നു. പേര് തന്നെ ഗോൾഡൻ ഏജ് എന്നാണ്. കാഞ്ചന ലോകം. ആത്മാവും ദേഹവും രണ്ടും കാഞ്ചനമായി മാറുന്നു. കാഞ്ചന ദേഹം ആക്കുന്നത് ആരാണ്? ബാബ. ഇപ്പോഴാണെങ്കിൽ അയൺ ഏജ് ആണല്ലോ. ഇപ്പോൾ നിങ്ങൾ പറയുന്നു സത്യയുഗം പാസായി കഴിഞ്ഞു. ഇന്നലെ സത്യയുഗമായിരുന്നുവല്ലോ. നിങ്ങൾ രാജ്യം ഭരിച്ചിരുന്നു. നിങ്ങൾ നോളജ്ഫുൾ ആയി മാറുന്നു. എല്ലാവരും ഒന്നുപോലെ ആകില്ല. ശരി. മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഞാൻ ആത്മാവ് അകാല സിംഹാസനസ്ഥനാണ്. ഈ സ്മൃതിയിൽ ഇരിക്കണം. പരിധി ഉള്ളതിനും പരിധിയില്ലാത്തതിനും അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ പരിധികളിൽ ബുദ്ധിയെ കുടുക്കരുത്. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. ഈ ലഹരിയിലിരിക്കണം.
കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ ഗതിയെ അറിഞ്ഞ് വികർമ്മങ്ങളിൽ നിന്നും രക്ഷിക്കണം. പഠനത്തിൻ്റെ സമയത്ത് തൊഴിലിൽ നിന്നുമെല്ലാം ബുദ്ധിയെ മാറ്റണം. വരദാനം: ശ്രീമത്തിൻ്റെ കടിഞ്ഞാൺ ടൈറ്റ് ചെയ്ത് മനസ്സിനെ വശത്താക്കുന്ന ബാലക് സോ മാലിക്കായി ഭവിക്കട്ടെ. ലോകത്തുള്ളവർ പറയുന്നു, മനസ്സ് കുതിരയാണ്, അത് വളരെ വേഗത്തിൽ ഓടുന്നു. എന്നാൽ താങ്കളുടെ മനസ്സിന് അവിടെയും ഇവിടെയും ഓടാൻ സാധിക്കില്ല. കാരണം ശ്രീമത്തിൻ്റെ കടിഞ്ഞാൺ ശക്തമാണ്. എപ്പോഴാണോ മനസ്സും ബുദ്ധിയും സൈഡ് സീൻ കാണുന്നതിൽ മുഴുകുന്നത്, അപ്പോൾ കടിഞ്ഞാൺ അയഞ്ഞു പോകുന്നത് കാരണം മനസ്സ് ചഞ്ചലമാകുന്നു. അതിനാൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യമുണ്ടാകുമ്പോൾ, മനസ്സ് ചഞ്ചലമാകുമ്പോൾ ശ്രീമത്തിൻ്റെ കടിഞ്ഞാൺ ടൈറ്റ് ചെയ്യൂ. അപ്പോൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. ബാലകനും അധികാരിയുമാണ്. ഈ സ്മൃതിയിലൂടെ അധികാരിയായി മനസ്സിനെ തൻ്റെ നിയന്ത്രണത്തിൽ വയ്ക്കൂ. സ്ലോഗൻ: സദാ ഈ നിശ്ചയമുണ്ടാകണം, എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നോ അതും നല്ലത്, എന്ത് സംഭവിക്കാൻ പോകുന്നോ അത് കൂടുതൽ നല്ലത്. അപ്പോൾ അചഞ്ചലവും ഇളകാത്തതും ആയിരിക്കും. ഓം ശാന്തി. ഹൃദയേശ്വരനായ ബാബയുടെ ഓർമ്മയിൽ മഗ്നമാകുമ്പോൾ പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ എത്തിച്ചേർന്ന് അനുഭവമായ സുഖശാന്തിയുടെ ദിവ്യ അനുഭൂതിയിൽ ഞാൻ ആത്മാവ് ലയിച്ചിരിക്കുകയാണ്. ഈ സർവശ്രേഷ്ഠ സംഗമയുഗത്തിൽ ഈ ദിവ്യമായ അനുഭൂതികൾ നുകരുന്നതിനോടൊപ്പം വിശ്വമംഗളത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടവും എനിക്ക് അണിയേണ്ടതുണ്ട്. സുഖശാന്തിയുടെ ഒരു തുള്ളിക്ക് വേണ്ടി ദാഹിക്കുന്ന വിശ്വത്തിലെ ദുഃഖിതരായ ആത്മാക്കൾ, ഹേ സുഖദേവ, ഹേ ശാന്തിദേവ, സുഖത്തിൻ്റെ ശാന്തിയുടെ ഒരു തുള്ളിയെങ്കിലും ഞങ്ങൾക്ക് തരൂ എന്ന് വിളിക്കുന്നു. പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭൂതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഞാൻ സുഖശാന്തിയുടെ കിരണങ്ങൾ വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളിലേക്ക് എത്തിച്ചേരട്ടെ. ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളെ സ്പർശിച്ച് അവരെ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കട്ടെ. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ പ്രാപ്തമാക്കി അവർ സന്തോഷമുള്ളവരായി തീരട്ടെ.